ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെള്ളരിക്ക കൊണ്ടൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെള്ളരിക്കയുടെ കൂടെ മാങ്ങ കൂട്ടി കറി വെച്ചിട്ടുണ്ടോ? എന്നാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ ഒരു കടായിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത വെള്ളരിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 250 ഗ്രാം അളവിൽ ഉണ്ടാക്കും. പിന്നെ ഇതിലേക്ക് നമ്മുടെ പ്രധാന ചേരുവയായ മാങ്ങ കഷ്ണങ്ങളും 2 പച്ചമുളക് നടുക്കീറിയതും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ മാങ്ങയുടെ കഷ്ണങ്ങളാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും 5-6 വെളുത്തുള്ളിയുടെ അലിയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ ഈ കറിക്ക് നല്ല സ്വാദ് തരുന്നത് നല്ലൊരു പുളിയുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ വെള്ളരിക്കയും മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. നല്ല രുചിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇനി നമുക്ക് മൂടി തുറന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ അരപ്പ് കയ്യിലൂടെ ഒഴിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറച്ച് തേങ്ങയുടെ തരി ഉണ്ടാകുകയുള്ളൂ. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ തുടർച്ചയായി ഇളക്കി യോജിപ്പിച്ചെടുക്കുകയും വേണം, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി പാകത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. അങ്ങനെ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ വെള്ളരിക്ക മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് വരെ മൂടി വെച്ചതിന് ശേഷം ചെറു ചൂടോടെ ചോറിനൊപ്പം വിളമ്പാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.